യമൻ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചതോടെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തത്. അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധ നേടിയ ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്, ആരാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നത് എന്ന വിഷയത്തിൽ അവ്യക്തതകൾ വർദ്ധിച്ചു വരികയാണ്. ഈ തീരുമാനം പെട്ടെന്നുള്ളതല്ല, മറിച്ച് കെ.എ. പോൾ എന്ന വ്യക്തിയുടെ ഇടപെടലും അതിന് നിമിഷപ്രിയയുടെ കുടുംബം നൽകുന്ന പിന്തുണയുമാണ് ഈ സമിതിയുടെ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമ നടപടികൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും നേതൃത്വം നൽകി വന്നിരുന്നത് ആക്ഷൻ കൗൺസിലിംഗ് ആയിരുന്നു. ഈ സമിതിയുടെ നിയമോപദേഷ്ടാവും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തുന്നതിനെ കുറിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാന്തപുരം ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽക്കേ ശക്തമായ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ വധശിക്ഷ നീട്ടിവെച്ച സാഹചര്യത്തിൽ ഇനി വിദേശകാര്യ മന്ത്രാലയമാണ് പ്രധാനമായും ഇടപെടേണ്ടത് എന്ന നിലയിലാണ് കാന്തപുരം. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പൗരനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ കെ.എ. പോൾ നിമിഷപ്രിയ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു തുടങ്ങിയത്. കെ.എ. പോളിന്റെ ഇടപെടലുകൾ പലപ്പോഴും വിവാദത്തിൽ സൃഷ്ടിച്ചിരുന്നു.